ഇടതുണ്ടാകുന്നതിന് മുമ്പ് ഇന്ത്യ ഉണ്ടായിരുന്നല്ലോ. ഇടതുണ്ടായതെന്താ? ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇടതിൻ്റെ പങ്കെത്താം എന്തെങ്കിലും പങ്കുണ്ടോ? ഒരു പങ്കുമില്ലല്ലോ. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകൻ്റെ നെഞ്ചിൽ വെടിയേറ്റിട്ടാണ് അവനാണ് മരിച്ചു വീഴുമ്പോൾ ഈ കൊടി ഉയർത്തി മുദ്രാവാക്യം വിളിച്ചത്. സ്വാതന്ത്ര്യം നേടിയ ആ ദിവസം വഞ്ചനാ ദിനം ആചരിച്ച ആളുകളാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് ഇപ്പോൾ പറയുന്നത്. 75 കൊല്ലം കഴിഞ്ഞ്. അന്ന് കരിദിനായിരുന്നില്ലേ? 1947 ഓഗസ്റ്റ് 15-ാം തീയതി കരിദിനം ആചരിക്കില്ലായിരുന്നു. ഇവിടെ തെലുങ്കാന സമരം കൊണ്ടുവന്നില്ലേ? എന്നിട്ട് ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാക്കിയില്ലേ? റെയിൽവേ പാളങ്ങൾ തകർത്തില്ലേ? ഇവിടെ കൊണ്ടാക്കാവുന്ന എല്ലാ കോലാഹലവും ഉണ്ടാക്കിയില്ലേ? ഒരു ഭരണമാറ്റം ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലുണ്ടാകുന്ന അസ്ഥിരത എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ പണിയൊക്കെ നടത്തിയിട്ടും ഇന്ത്യ ഉണ്ടായല്ലോ. ഇപ്പം പറയുക ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുകയുള്ളത്. ഇന്ത്യ ഉള്ളത് കൊണ്ടാണ് ആ ഇടത് ഇപ്പം നിൽക്കുന്നത് എന്ന് വിചാരിച്ചാൽ മതി. ആൻറ്റി ഇൻകുംബൻസി ഫാക്ടറല്ലേ ഈ ഗവൺമെൻറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇവർ വോട്ട് ചോദിക്കുന്ന എന്തിനു വേണ്ടി എന്ന് ആളുകളെ സംശയിക്കല്ലേ? BJP ആയിട്ട് ഒരു ബന്ധവുമില്ല എന്ന് ഇതുവരെ പറഞ്ഞു നടന്ന ആളുകൾ അവരുടെ അടുക്കളയിൽ നിന്നാണ് BJPക്കാർക്ക് സ്വീകരണം കൊടുത്തത് എന്നുള്ളത് ഇപ്പോൾ കണ്ടില്ലേ? BJP ആയിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. എന്നിട്ട് കോൺഗ്രസിനകത്തുനിന്നുള്ള ആളുകളെ BJPയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രേരക ശക്തിയായിട്ട് നിന്ന് അവർ രാസത്വരകമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി. അവസാനം എന്തായി? ഞങ്ങളുടെ പൂമുഖം വൃത്തിയായി, പക്ഷേ അവരുടെ അടുക്കള അലങ്കോലായി. അതാണ് ഉണ്ടായത്. അവിടെയാണ് BJPക്കാർ ചെന്ന് കയറിയിട്ടുള്ളത്. ഞങ്ങളുടെ ഒന്നുമല്ല. അല്ല, ആവേശം എന്ന് പറയുന്ന ആപേക്ഷിയല്ലേ. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആവേശം മറ്റൊരു വ്യക്തിക്കുണ്ടാകണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തകർക്ക് നല്ല ആവേശമായിരുന്നു. കാരണം ഞങ്ങൾ സമാന രൂപത്തിലുള്ള ചിന്തയുള്ളവരും സമാന രൂപത്തിൽ കാര്യങ്ങളെ ദർശിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തകർ നല്ല ആവേശത്തിലായിരുന്നു. ആവേശമില്ലാത്ത ആളുകളുണ്ടാകും, തണുത്തുറച്ചു പോയിട്ടുള്ള ആളുകളുണ്ടാകും. കാരണം ഈ 8 കൊല്ലക്കാലത്തെ ഭരണം കണ്ടിട്ട് ഇനി രക്ഷയില്ല എന്ന് കരുതിയിട്ടുള്ള ആളുകൾക്ക് ഒരാവേശവും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആളുകൾ നല്ല ആവേശത്തെ, കാരണം ഞങ്ങളൊരു മാറ്റത്തിന് വേണ്ടിയാണ്. ഇന്ത്യ പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതിലേക്ക് പോകുന്നതിന് വേണ്ടി കേരളത്തിൻ്റെ സംഭാവന ചെയ്തേ മതിയാകൂ എന്ന് കേരള ജനസമൂഹം ഒരുപോലെ ആഗ്രഹിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ആ പ്രവർത്തനമാണ് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്.